ഹ്യൂമർ സിനിമ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പം ജയേട്ടൻ ഒരുപാട് കാലം പല പ്ലാറ്റ്ഫോമുകളിൽ ഹ്യൂമർ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഒരു ഹ്യൂമർ സിറ്റുവേഷനെ ഇപ്പം നമ്മൾ ഹ്യൂമർ സിറ്റുവേഷൻ 10 രീതിയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ക്രാക്ക് ചെയ്യാം. അങ്ങനെ ഒരു 6 or 7 രീതി ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് ജയേട്ടൻ. അപ്പം സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ക്യാരക്ടർ വെച്ച് ഒരുപാട് ഹോംവർക്കുകളൊക്കെ ആയിട്ടാണ് വരിക. എന്നിട്ട് അത് അവിടെ വന്ന് നമ്മൾ ഇങ്ങനെ റിഹേഴ്സ് ചെയ്ത് അതിനകത്ത് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നതാണ് നമ്മൾ എടുക്കുക. അപ്പം അത് ജയേട്ടൻ ആട് 1 മുതൽ നമ്മൾ പിന്തുടരുന്ന ഒരു രീതിയാണ്. ഒരു ഹ്യൂമർ സിനിമ ഇനിയിപ്പോൾ ചേട്ടൻ വരികയാണെങ്കിൽ ചേട്ടൻ അത് പ്രിപ്പയർഡ് ആയിട്ട് ചേട്ടൻ്റെ ഒരുപാട് കൗണ്ടേഴ്സ് ഉണ്ടാവും. അതിനകത്ത് ചിലപ്പം നല്ല സാധനങ്ങൾ തിയേറ്ററിൽ രസകരമായിട്ട് വർക്കൗട്ട് ആവുന്ന സാധനങ്ങൾ നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കും. അപ്പോൾ ചേട്ടനോട് വർക്ക് ചെയ്യുക എന്നുള്ളത് അങ്ങനത്തെ ഒരു മൂഡിലാണ് പോവുക. ചെറിയ മാറ്റങ്ങൾ ഇങ്ങനെ ഓരോ സിനിമയിലും വന്നുകൊണ്ടിരിക്കുമല്ലോ. അതുപോലെ മുണ്ടിലും ചുപ്പയിലും പറ്റാവുന്ന രീതിയിൽ ഉള്ള പരീക്ഷണങ്ങളാണ് നിങ്ങൾ ട്രെയിലറിലൊക്കെ കണ്ടത്. അത് ജയേട്ടന്റെയും സരിത ജയസൂര്യ ചേച്ചിയുടെയും ഡിപ്പാർട്ട്മെന്റാണ്. അപ്പൊ ചെറിയ ട്വീക്കിങ്ങുകൾ മോഡിഫിക്കേഷനുകൾ വരുത്തിക്കൊണ്ട് ആ പാപ്പനിസം നിലനിർത്തിക്കൊണ്ടുള്ള കോസ്റ്റ്യൂംസ് തന്നെയാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്.